റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK ജനതയിൽ വലിയൊരു വിഭാഗം സാമൂഹിക ആനുകൂല്യങ്ങൾ ആശ്രയിക്കുന്നതായും കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റുകൾ കൈമാറുവാൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഉത്കണ്ഠയും മൂട് സംബന്ധമായ പ്രശ്നങ്ങളും മൂലം വികലാംഗ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ എണ്ണം റെക്കോർഡ് തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിദിനം 250 പേർക്ക് പുതിയ ആനുകൂല്യങ്ങൾ ലേബർ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ശരാശരി 250 പേർക്ക് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ആനുകൂല്യവും നൽകപ്പെടുന്നു. ജൂലൈ മാസത്തിൽ മാത്രം ഉത്കണ്ഠയായും മാനസിക പ്രശ്നങ്ങളെയും അടിസ്ഥാനമാക്കി PIP ക്ലെയിം ചെയ്തവരുടെ എണ്ണം ഏകദേശം 6.5 ലക്ഷമായി. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം 44,000 പേർ പുതുതായി പട്ടികയിൽ ജോയിൻ ചെയ്തതായിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രതിരോധ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുവാനുള്ള പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് ജനതയ്ക്ക് റഷ്യൻ ഭാഷ പഠിക്കേണ്ടി വരുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിൽ ബ്രിട്ടനെ ഏറ്റവും ശക്തമായ സഖ്യവും നൂതന ആയുധശേഷിയുമുള്ള യുദ്ധസജ്ജ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് സ്റ്റാർമർ പ്രഖ്യാപിച്ചിരുന്നു. ഡ്രോണുകൾ, അന്തർവാഹിനികൾ, ആയുധ ഫാക്ടറികൾ എന്നിവയിലായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്ന് മന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. ബ്രിട്ടന്റെ നയം എല്ലായ്പ്പോഴും നാറ്റോയെ മുൻതൂക്കം നൽകുന്നതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ നാറ്റോ രാജ്യങ്ങളെ ലക്ഷ്യമിടുവാൻ റഷ്യ സാധ്യതയുണ്ടെന്നും റൂട്ടെ ആവർത്തിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ നയങ്ങളിൽ വരുത്തിയ കുത്തനെയുള്ള മാറ്റങ്ങൾ ആഗോള ലോകത്ത് വലിയ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വിദേശ വൈദഗ്ധ്യ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള പ്രധാന വഴിയായിരുന്ന ഈ വിസ ഫീസ് 50% വർദ്ധിപ്പിച്ച് $1,00,000 ഉയർത്തിയതോടെ അമേരിക്കൻ ടെക് കമ്പനികൾ ആശങ്കയിലായി. ഈ സാഹചര്യത്തിൽ ലോകോത്തര പ്രതിഭകളെ ആകർഷിക്കുവാൻ ബ്രിട്ടൻ കൈനീട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ വിസ നയവും അതിന്റെ പ്രത്യാഘാതങ്ങളും വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിച്ച ഒരു പുതിയ നയം H-1B വിസയുടെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം ഉയർത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എല്ലാ അപേക്ഷകർക്കും ബാധകമായിരുന്ന ഫീസ് പിന്നീട് പുതിയ അപേക്ഷകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയെങ്കിലും ആശങ്കകൾ തുടരുമെന്ന് വ്യക്തമാണ്. എലോൺ മസ്ക്, സുന്ദർ പിച്ചെ, സത്യ നദല്ല തുടങ്ങിയ പ്രമുഖർ ഈ വ്യവസായിയുടെ സഹായം തേടിയവരായിരുന്നുവെന്ന് അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിക്ക് ആ നിലപാടില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കേരളത്തിൽ എയിംസ് വേണമെന്നാണ് BJPയുടെ നിലപാട്. ഇന്ന ജില്ലയിൽ വേണമെന്നത് BJP കേരള ഘടകത്തിന് നിർബന്ധമില്ല. ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യും. എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്. മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും കേന്ദ്രം തീരുമാനിക്കുക. തൃശ്ശൂരോ ആലപ്പുഴയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നെല്ലാം സുരേഷ് ഗോപി പറഞ്ഞത് വ്യക്തിപരമാണ്. അതിൽ തെറ്റില്ല. എന്നാൽ അത്തരം അഭിപ്രായം BJPക്കില്ല. എയിംസ് കേരളത്തിന് ആവശ്യം ഒരു ജില്ലയിലെ ആളുകൾക്കല്ല. കേരളത്തിനാണ് ഇത് നൽകുന്നതെന്നും കേന്ദ്ര സർക്കാരാണ് ഇത് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത ടൊയോട്ടോ ലാൻഡ് ക്രൂസർ ഓപ്പറേഷൻ നുഗ്മോറിന്റെ നിർണായക ഘടകമായേക്കും. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നു എന്ന് കരുതുന്ന ഇതുവരെ കണ്ടെത്തിയത് 38 വാഹനങ്ങൾ മാത്രമാണ്. ഇതിൽ അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനായുള്ള ഈ വാഹനം മാത്രമാണ് ആദ്യ ഉടമയുടേതായിട്ടുള്ളത്. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കും പെയിന്റ് മാറാനുമായി കയറ്റിയതായിരുന്നു ഈ വാഹനം. ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ രജിസ്ട്രേഷൻ രേഖകൾ RTO സഹായത്തോടെ കസ്റ്റംസ് പരിശോധിച്ചിരുന്നു. അതോടെയാണ് RC ബുക്കടക്കം വ്യാജമാണെന്ന് കണ്ടെത്തിയത്. അറബിക്കടലിൽ കേരള തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് 1,227.62 കോടി രൂപ കൂടുതൽ ധനമായി കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി നിർദ്ദേശം കപ്പലിന്റെ ഉടമസ്ഥരായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC അക്വിറ്റേറ്റ 2 കപ്പൽ അറസ്റ്റ് ചെയ്യുവാൻ നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട 9,531 കോടി രൂപ കെട്ടിവെക്കുന്നത് വരെ കപ്പൽ മോചിപ്പിക്കരുതെന്നായിരുന്നു ഉത്തരവ്. ഈ ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസ് അബ്ദുൽ ഹക്കീമിന്റെ ബെഞ്ച് ഇന്ന് ഭേദഗതി ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഷാഫി പറമ്പലിനെതിരെ ഗുരുതര ആരോപണവുമായി CPM രംഗത്ത് വന്നിരിക്കുന്നു. രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടക്കാരാണെന്നും പല കാര്യങ്ങളിലും രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫിയെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. പലരെയും കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കുകയാണ് ഷാഫിക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടെന്നും അത് പിന്നീട് പുറത്തുവിടുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുന്നില്ലെന്നും CPM ആരോപിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പരാതിയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ ICC നടപടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ഏഷ്യാ കപ്പിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരത്തിനു ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിലും വാർത്താ സമ്മേളനത്തിന് സൂര്യകുമാർ യാദവിന് നടത്തിയ പ്രസ്താവനകൾക്കെതിരെയാണ് PCB പരാതി നൽകിയത്. PCBയിൽ നിന്നും 2 പരാതികൾ ലഭിച്ചതായി സ്ഥിരീകരിച്ചത് മാച്ച് റഫറി റിച്ചാർഡ്സൺ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കത്തിൽ ഇമെയിൽ അയച്ചിരുന്നു. PCB സമർപ്പിച്ച തെളിവുകളും പ്രസ്താവന
വിവരങ്ങളും പ്രതീകമായി പരിശോധിച്ചപ്പോൾ സൂര്യകുമാറിന്റെ പരാമർശങ്ങൾ കായിക രംഗത്തെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നവയാണെന്നും ഇന്ത്യൻ ക്യാപ്റ്റനെതിരായ നടപടി സ്വീകരിക്കുമെന്നും ഇമെയിലിൽ പറയുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.36 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.